ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 9 6-ാം അധ്യായം. ഇക്ഷ്വാകുവംശകഥനം. ശ്രീശുകൻ പറഞ്ഞു: വിരൂപൻ കേതുമാൻ ശംഭു അംബരീഷസുതത്രയം. വിരൂപപുത്രൻ വൃഷദശ്വന്റെ പുത്രൻ രഥീധരനപുത്രൻ പ്രാർത്ഥിക്കയാൽ തൻ്റെ രാജ്ഞിയിൽ ബ്രഹ്മതേജസ്സുള്ള പുത്രരുളവായ അങ്കിരസ്സിനാൽ ആ രാജാവിൻ അന്യഭാര്യമാരിലുണ്ടായ മക്കളെ പിന്തള്ളിനാർ ആംഗിരസദ്വിജർ ഈ ക്ഷത്രധർമ്മികൾ. തുമ്പുന്ന മനുവിൻ മൂക്കിൽ ജാതൻ ഇക്ഷ്വാകു. തൽസുതർ 100 ഏട്ടന്മാർ വികുക്ഷി നിമിദണ്ഡകൻ. 25 പേർ ആര്യാവർത്ത പൂർവാശവാണവർ. അത്ര പശ്ചിമവും 3 നാൾ മധ്യം ശേഷിച്ചതന്യരും. ഒരിക്കൽ ഇക്ഷ്വാകു ചൊല്ലി വികുക്ഷിയോടു: പോയുടൻ ശുദ്ധമാംസം കൊണ്ടുവരിക അഷ്ടകാശ്രാദ്ധമൂട്ടുവാൻ. ശരിയെന്നുണ്ണി കാട്ടിൽ പോയി ശ്രാദ്ധോചിത മൃഗങ്ങളെ കൊന്നു ഓർക്കാതെ തിന്നു താൻ തൻ മുയൽ മാംസം വിശപ്പിനാൽ. പിതൃസന്നിധിയിൽ ബാക്കിയെത്തിക്ക ചൊല്ലിനാൻ ഗുരു. സത്യം ദർശിച്ച വസിഷ്ഠൻ ഇതുച്ഛിഷ്ടമകർമ്മകം. സ്വപുത്രൻ തൻ കർമ്മദോഷം ഗുരു ചൊല്ലി ഗ്രഹിക്കയാൽ നാട്ടിൽ നിന്നു പുറത്താക്കി ഭൂപൻ കോപാൽ സ്വപുത്രനെ. ഇക്ഷ്വാകുവോ വസിഷ്ഠന്റെ അഭിപ്രായമറിഞ്ഞുടൻ പരബ്രഹ്മപ്രാപ്തനായി ദേഹം യോഗാൽ ദഹിക്കവേ. അച്ഛൻ മരിക്കെ വികുക്ഷി തിരിച്ചെത്തി സ്വഭൂമിയിൽ. ശശാദനെന്ന സൽപ്പേരിൽ ചെയ്തു പലമഖങ്ങളും. തൽപുത്രനെ വിളിക്കാറുണ്ട് ഇന്ദ്രവാഹൻ. പുരഞ്ജയൻ കകുൽസ്ഥനെന്നും കർമ്മങ്ങൾ കൊണ്ട് ആ കർമ്മങ്ങൾ കേൾക്ക നീ. ഒരു ദേവാസുര മഹായുദ്ധത്തിൻ്റെ സമാപ്തിയിൽ തോറ്റ ദേവന്മാരിവനെ സ്വീകരിച്ചു സഹായിയായി. ഇന്ദ്രൻ വാഹനമായാൽ ഞാൻ വരാമെന്നു പുരഞ്ജയൻ ചൊൽകെ വിഷ്ണു പറഞ്ഞ് ഇന്ദ്രൻ വൃഷരൂപം ധരിക്കവേ. പടയ്ക്കായി കൂർത്തബാണങ്ങൾ ദിവ്യമാം വില്ലുമായവൻ കാളതൻ പൂഞ്ഞയിൽ കയറി ദേവന്മാരോടുകൂടിയം പരമാത്മാവായ വിഷ്ണു മൂലം തേജസ്വരൂപനായി പടിഞ്ഞാറൻ ദിക്കിലെത്തി വളഞ്ഞു ദൈത്യപത്തനം. രോമാഞ്ചകരമായി തീർന്നു ഘോരയുദ്ധം വഴിക്കവൻ എത്തിച്ചു കാലനൂര് അമ്പാൽ എതിർത്തവരെയൊക്കെയും. അവൻ്റെ ബാണം വീണയിടത്താളിടും പ്രളയാഗ്നിയെ പേടിച്ചു ജീവനും കൊണ്ടു പാതാളം പൂകിതാനവർ. ഇമ്മട്ടിൽ അസുരന്മാർ തൻ നാടും വീടും ധനാദിയും ഇന്ദ്രനേകിയ രാജർഷിക്കുണ്ടായി 3 പേരുകൾ. പുരഞ്ജയൻ്റെ മകനാം അനേനസ്സിൻ സുതൻ പൃഥു. പിന്നെ ക്രമാൽ വിശ്വരന്ധി ചന്ദ്രനും യുവനാശ്വനും. തൽസുതൻ ശാപസ്ഥനാൽ സംസൃഷ്ടം ശാപസ്തി പട്ടണം. തൽസുതൻ ബൃഹദശ്വൻ്റെ മകൻ കുവലയാശ്വകൻ. 21,000 മക്കളൊത്ത മഹാബലൻ. അസുരൻ ധുന്ധുവെ കൊന്നാൻ ഉദങ്കപ്രീതി നേടുവാൻ. ഈ മട്ടിൽ ധുന്ധുമാരാഖ്യനായി ആ ഭൂപാലനെങ്കിലും മരിച്ചു 3 നാളൊഴികെ മക്കൾ ധുന്ധുമുഖാഗ്നിയിൽ. ദൃഢാശ്വൻ കപിലാശ്വൻ ഭദ്രാശ്വനും ബാക്കിയായവർ. ദൃഢാശ്വപുത്രൻ ഹര്യശ്വൻ ഹര്യശ്വേയൻ നികുംഭേയൻ ബർഹണാശ്വൻ കൃശാശ്വൻ ബർഹണാശ്വജൻ സേനാകൃത്ത് കൃശാശ്വേയൻ തൽപുത്രൻ യുവനാശ്വനും. യുവനാശ്വൻ 100 ഭാര്യമാരും സന്താനകാംക്ഷയാൽ കാട്ടിൽ ചെന്ന് ഋഷിവാടത്തിൽ ചെയ്താന ഇന്ദ്രമഹാമഖം. അന്നൊരല്ലിൽ ഭൂപനെത്തി ദാഹാർത്തൻ യാഗശാലയിൽ പാനം ചെയ്തു മന്ത്രജലം ഋത്വിക്കുകൾ ഉറങ്ങവേ. ഒഴിഞ്ഞ കലശം കണ്ടാരുണർന്നേറ്റ മഹർഷിമാർ അന്വേഷിച്ചാർ പുംസവന ജലം ആരു കുടിച്ചുവോ. രാജാവിനാൽ പീതമതെന്നറിഞ്ഞിട്ട് അമ്പരപ്പൊടെ നമിച്ചാരീശനെ ദൈവഹിതത്തിൻ ബലമേ ബലം. യഥാകാലം പിന്നെ യുവനാശ്വകുക്ഷി പിളർക്കവേ ജാതൻ. വലത്തുഭാഗത്തു ചക്രവർത്തി ഗുണാന്വിതൻ. കേഴുമി ശിശു കം ധാസ്യതീതി ദ്വിജർ കുഴങ്ങവേ. മാം ധാതാ വത്സ കേഴാതെന്നിന്ദ്രൻ ദേശിനി നൽകിനാൻ. വയർകീറുകിലും താതൻ വിപ്രദേവ പ്രസാദവാൻ. മരിച്ചില്ല വനത്തിൽ താൻ തപസ്സാൽ ദേഹമുക്തനായി. ത്രസിപ്പിക്കും ഭാവിയിൽ ഈ കുമാരൻ രാവണാദിയെ എന്നോർത്തിന്ദ്രൻ. ത്രസദ്ദസ്യു എന്നവൻ 8 നാമവും. മാന്ധാതാവെന്നു വിഖ്യാതൻ യുവനാശ്വസുതൻ ക്രമാൽ. സപ്തദ്വീപാധിപത്യത്തിൽ വിളങ്ങി വൈഷ്ണവപ്രഭൻ. സർവദേവമയൻ ദേവൻ സർവാത്മകൻ അതീന്ദ്രിയൻ എന്നോർത്തു ഉദാരൻ യജ്ഞങ്ങൾ ചെയ്താൻ യജ്ഞനു പൂജയായി. ദ്രവ്യം മന്ത്രമനുഷ്ഠാനം ഋത്വിക്കും യജമാനനും ദേശകാലങ്ങൾ ധർമ്മങ്ങൾ യജ്ഞവും സർവവും ഹരി. എങ്ങെങ്ങുള്ളൂ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഭൂതലം അതൊക്കെയും മാന്ധാതാവിൻ നാടെന്നോതുന്നു സൂരികൾ. ശശബിന്ദുജയാം ബിന്ദുമതിയിൽ പുരുകുത്സനും അംബരീഷനും ഉണ്ടായി. മാന്ധാത്രർ മുജുകുന്ദനും അവർക്ക് 50 പെങ്ങന്മാർ അവർക്കുപതി സൗരഭി.
യമുനാന്തർജല തപസ് അനുഷ്ഠിക്കുന്ന സൗരഭി മത്സ്യരാജാവിൻ്റെ ഭോഗസൗഖ്യം കണ്ടു കൊതിക്കയാൽ മാന്ധാതാവിനോടർത്ഥിച്ചു തന്നാലും ഒരു കന്യയെ നിനക്കിഷ്ടപ്പെട്ടവളെ വേൾക്കാമെന്നോതിനാൻ നൃപൻ. ജരാനരകൾ ബാധിച്ചു വിറയ്ക്കും തലയുള്ളവൻ സ്ത്രീകൾക്ക് അപ്രിയനീ വൃദ്ധൻ എന്നെ തള്ളിയ ആ നൃപൻ ദേവസ്ത്രീകൾ കുതിക്കുന്നതാക്കും എന്നുടൽ ഞാനുടൻ പിന്നെയല്ലേ രാജപുത്രി എന്നുറപ്പിച്ചു മാമുനി. കാവലാളൊത്തവൻ ചെന്നാൻ അന്തഃപുര സമൃദ്ധിയിൽ രാജകന്യകമാർ വേട്ടാർ 50 ഒരുത്തനെ. അനുരൂപൻ എനിക്ക് ഇയാൾ നിനക്കല്ലെന്ന് വീറോടെ അവനിൽ ദത്താശയകൾ വഴക്കിട്ടു തുടർന്നവർ. മന്ത്രപ്രഭാവേന തപോബലിഷ്ഠൻ നിർമ്മിച്ചു കേളീസദനങ്ങൾ നീളെ പൂങ്കാവനം ചെങ്ങഴി നീർത്തടാകം വിശിഷ്ട ശയ്യാസനഭൂഷണങ്ങൾ വസ്ത്രങ്ങൾ പുംസ്ത്രീ പരിചാരണോൽക്കർ പാറിപ്പറക്കും കിളിവണ്ടിനങ്ങൾ സുഗന്ധമാല്യം രസനീയമന്നം രമിച്ചിതാമാമുനി ഹർഷപൂർണൻ. അദ്ദാമ്പത്യം കണ്ട മാന്ധാതാവിൽ നിന്നൂർന്നു വീണുപോയി സപ്തദ്വീപാധിപൻ സാർവഭൗമൻ എന്ന തലക്കനം. എന്നാൽ ഈ ഗാർഹിക സുഖാസ്വാദനത്തിൻ സമൃദ്ധിയാൽ ഇച്ഛ വർദ്ധിക്കുകയേ ചെയ്തു നെയ്യാൽ തീയെന്ന മാതിരി. എന്നാൽ ഒരിക്കൽ മന്ത്രജ്ഞൻ ചിന്തിച്ചും കൊണ്ടിരുന്നു പോയി മത്സ്യസംഘം കാണുകയാലൻ തപോനാശം ഭയാനകം. തപസ്വി ഞാൻ സച്ചരിതവ്രതൻ ഞാൻ ഹാ കഷ്ടമേ നോക്കണമെൻ വിനാശം. ജലാന്തരത്തിൽ ജലജീവി സംഘാൽ ചിരാർജിത ബ്രഹ്മബലം തകർന്നു. മോക്ഷാർത്ഥി ഭോഗികളിൽ നിന്ന് അകലേക്കു മാറി സർവാത്മനാ തടയണം ബഹിരീന്ദ്രിയങ്ങൾ. ഏകാകിയായി കരൾ അനന്തമഹസ്സിലാഴ്ത്തി മേവിയിടണം സുജനസംഘമൊഴിച്ചിടാതെ. ഏകൻ തപസ്വി ഇവൻ ആറ്റിലെ മത്സ്യസംഘം കണ്ട 50 വഴിയെ 50 100 നേടാവതല്ല വിഷയേച്ഛയിലൂടെ മോക്ഷം. മായാഗുണാഹൃതന സത്യവിമൂഢ ബുദ്ധി സത്യവിമൂഢബുദ്ധി. സുദീർഘ ഗൃഹവാസത്താൽ വിരക്തൻ സന്യസിക്കവേ കൂടപ്പോയി കാടുപോകി ഭഗ്നിമാർ സുചരിത്രകൾ. ആത്മജ്ഞാനി ശരീരത്തെ ശോഷിപ്പിക്കും തപം വഴി പരമാത്മാവിൽ ഹോമിച്ചു കർമ്മവും തൻ്റെ ജന്മവും. ആധ്യാത്മഗതി കൈക്കൊണ്ട ഭർത്താവിൻ ശക്തി കാണുകയാൽ ഭാര്യമാരവനിൽ ചേർന്നാർ തീയിൽ ജ്വാലകളെന്ന പോൽ. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.